ഭാരവാഹികളിൽ ഒരാൾ ഫോണിൽ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അവളും വേണം അവനും വേണം. അങ്ങനെ ഒരു ഇതുണ്ട്. ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക. ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് നിലപാടില്ലായ്മയാണത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. എത്ര വേഗത്തിലാണ് അവർ ഇന്നലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും, അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും. അവൾക്ക് സ്വാധീനവുമില്ല, പണവുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല, ഞാൻ ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. കാരണം ഇത് ഞാനിങ്ങനെ പോരാടുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സ്വകാര്യമായിട്ട് എന്നെ എവിടെയെങ്കിലും വെച്ച് ഫോണിൽ കൂടെ സംസാരിക്കില്ല. കാരണം എല്ലാവർക്കും ഫോണിൽ കൂടി സംസാരിക്കാൻ പേടിയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുമോ, നമ്മളിത് പുറത്ത് വിടുമെന്ന്. അത് ഏതാ സോഹൻലാൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. സോഹൻലാലാണ് എന്നെ വിളിച്ചത്. ഞാൻ പക്ഷേ ചാനലുകൾ മാറി 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 വിളിക്കുന്ന കാരണം ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സോഹൻലാലിനോട് സംസാരിച്ചില്ല. കാരണം എന്നോട് സംസാരിക്കേണ്ടവർ ആരും എന്നെ വിളിച്ചിട്ടില്ല.